ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ മോചനമില്ല. ബംഗ്ലാദേശ് കോടതി ജാമ്യാപേക്ഷ അടുത്ത മാസം 2 മാറ്റി. കൃഷ്ണദാസ് പ്രഭുവിനായി പുതിയ അഭിഭാഷകൻ ഹാജരായില്ല. പ്രഭുവിൻ്റെ അഭിഭാഷകൻ രമൺ റോയ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുകളുമായി ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 26-നാണ് ഇസ്കോൺ സന്യാസി കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് ദേശവിരുദ്ധ കേസ് ചുമത്തി സന്യാസിയെ ജയിലിലടയ്ക്കുകയായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി കേസ് അടുത്ത മാസം 2 മാറ്റി. കൃഷ്ണദാസ് പ്രഭുവിനായി അഭിഭാഷകരാരും ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് മാറ്റിയത്. ബംഗ്ലാദേശിലെ കോടതി പോലും ജിഹാദികൾക്ക് വഴങ്ങുന്നുവെന്നതിന്റെ സൂചനയാണ് കേസ് 1 മാസത്തേക്ക് മാറ്റിവെച്ച സംഭവം. കൃഷ്ണദാസ് പ്രഭുവിന്റെ അഭിഭാഷകൻ രമൺ റോയിയെ ഇന്നലെ ഇസ്ലാമിസ്റ്റുകൾ ക്രൂരമായി ആക്രമിച്ചിരുന്നു. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രമൺ റോയി ചിറ്റഗോങ്ങിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രമന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രഭുവിനായി വാദിക്കാൻ ഇന്ന് കോടതിയിൽ അഭിഭാഷകനില്ലാതെ പോയത്. അതേസമയം ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ച 63 ഇസ്കോൺ ബ്രഹ്മചാരികളെ ബംഗ്ലാദേശ് തടഞ്ഞതും വിവാദമായി. ഇന്ത്യൻ വിസ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും യാത്ര തടസ്സപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് ഇന്റലിജൻസ് വിഭാഗവും ബോർഡർ പോലീസുമാണ് ബ്രഹ്മചാരികളെ തടഞ്ഞത്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കേട്ട വിവരങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ ഏറെ ഗൗരവതരമാണ് അവസ്ഥ. ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നിരവധി വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇസ്കോണിൻ്റെ സന്യാസിമാരെ ഭാരതത്തിലേക്ക് അയക്കുന്നത് തടയാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ നിരവധിയായ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? നിലവിലെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ഐസാൻ, ഇന്നിപ്പോൾ ഈ കോടതിയിൽ സംഭവിച്ചിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതായത് ബംഗ്ലാദേശിലെ കോടതികൾ വരെ ജിഹാദി ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ കോടതിയിൽ വരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവിടെ വളരുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്നിപ്പോൾ ഈ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ ഇന്നലെ ചിറ്റഗോങ്ങിലെ വസതിയിൽ കയറിയാണ് ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചത്. വളരെ ഗുരുതര പരിക്കുകളോടെ അദ്ദേഹം ചികിത്സയിലാണ്. അതിനാൽ ഇന്ന് കൃഷ്ണദാസ് പ്രഭുവിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകൻ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ കോടതി ചെയ്തത് 1 മാസത്തേക്ക് ഈ കേസ് മാറ്റിവെക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു അഭിഭാഷകൻ ഇല്ലാത്ത ഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ ജാമ്യാപേക്ഷ കോടതിക്ക് പരിഗണിക്കാം. പക്ഷേ 1 മാസത്തോളം ഈ സന്യാസിമാർ ജയിലിൽ കിടക്കട്ടെ എന്ന നിലപാട് ബംഗ്ലാദേശിലെ കോടതി എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണകൂടം ഒന്ന് ഈ ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു, 2 ജുഡീഷ്യറി സംവിധാനം ഉൾപ്പെടെ ഇവരെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. എന്തായാലും രാജ്യവ്യാപകമായി, ഒപ്പം ബംഗ്ലാദേശിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിനും ജുഡീഷ്യറിക്കും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഈ മാസം 10-ാം തീയതി രാജ്യ തലസ്ഥാനത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ വ്യാപകമായ പ്രതിഷേധം ഹൈന്ദവ സംഘടനകൾ നടത്തുകയാണ്. എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. ആയിഷ. തീർച്ചയായും ഗൗതം, അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഭാരതത്തിലെ ഹിന്ദു സമൂഹം ശക്തമായ ഒരു പ്രതിഷേധം, ഭാരതത്തിലെ ഹിന്ദു സമൂഹം കേരളത്തിൽ ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അസമാനമായ രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ നേരത്തെ 10-ാം തീയതി നടക്കാനിരിക്കുന്ന പരിപാടിയെക്കുറിച്ച് ഗൗതം സൂചിപ്പിച്ചു. അത്തരത്തിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടനാ തലത്തിലും അത്തരത്തിലുള്ള തലങ്ങളിലുമെല്ലാം തന്നെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ കൂടി ഉണ്ടാകുന്നത്? ഐസൺ, 10-ാം തീയതി ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നത്. VHPയും ബജ്രംഗ് ദളുമാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ഒരു വലിയ പ്രകടനം ഡൽഹിയിൽ നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടാകുന്ന പ്രതിഷേധമാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്കും 10-ാം തീയതി നടക്കാൻ പോകുന്നത്. ഇന്നലെ അതിന് മുന്നോടിയായ ഒരു ധർണ VHPയും ബജ്രംഗ് ദളും ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചിരുന്നു. ഹൈന്ദവ സന്യാസിമാരും ജൈന സന്യാസിമാരും ഒക്കെ പങ്കെടുത്ത പ്രതിഷേധമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത്. 10-ാം തീയതി നടക്കുന്നത് വലിയ പ്രതിഷേധ പ്രകടനമാകും. അതിന് രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും VHPയുടെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകരെത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം മറ്റ് ഹൈന്ദവ സംഘടനകളും VHPക്ക് ഒപ്പം ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയാക്കപ്പെടുന്ന പാവപ്പെട്ട ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ക്രൈസ്തവരും
ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ അടങ്ങുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ശരി ഗൗതം.